ഹലോ, അമ്മൂസ് മുസിന്റെ പുതിയ വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ എവിടെയാ പോണെന്നറിയോ? എവിടെയാ പോണടാ? അപ്പോൾ ഇൻട്രോയിൽ അവർ പറഞ്ഞല്ലോ നമ്മൾ ഇന്ന് എവിടേക്കാണ് പോകണമെന്നുള്ളത്. വയനാട് ബോച്ചേൻ്റെ 1000 ഏക്കർ നമ്മളെ ഷാപ്പിലേക്കറിയും നാവിലെ രുചിയും ബോച്ചേൻ്റെ പാനീയവും കഴിക്കാൻ വേണ്ടിയിട്ട്, കഴിക്കാൻ മാത്രമല്ല കുടിക്കാനും കൂടി വേണ്ടിയിട്ടാണ് നമ്മളിന്ന് വയനാട്ടിലേക്കുള്ള യാത്ര തുടങ്ങിയത്. പോകുന്ന വഴിക്ക് ഞങ്ങൾ നാട്ടിൽ കൂടെ തന്നെയാണ് ഞങ്ങൾ പോയത്. അപ്പം ഞങ്ങൾ അവിടെ നിന്ന് ഐസ്ക്രീമൊക്കെ കഴിച്ച് നേരെ ചുരത്തിലേക്കെത്തി. ചുരത്തിലെത്തി അധികമൊന്നും ഞങ്ങൾ വ്ളോഗൊന്നും എടുക്കേണ്ടെന്ന് വിചാരിച്ചതായിരുന്നു. പിന്നെ ഇങ്ങനെ കുഞ്ഞു കുഞ്ഞു കുരങ്ങന്മാരൊക്കെ കണ്ടപ്പോൾ ഞങ്ങൾ വ്ളോഗൊക്കെ എടുത്തതാണ്. പിന്നെ ഞങ്ങളൊരു സ്ഥലത്ത് നിർത്തിയിട്ടുണ്ടായിരുന്നുള്ളൂ. നമ്മൾ ചുരം കയറുന്നതിന് മുമ്പ് ഒരു സ്ഥലത്ത് നിർത്തി ഇച്ചുവിന് കുഞ്ഞ് സ്നാക്സൊക്കെ വാങ്ങിയിട്ടുണ്ടായിരുന്നു. പിന്നെ ഞങ്ങൾ ചുരം കയറി ഒരു പോയിൻ്റ് എത്തിയപ്പോൾ വണ്ടി നിർത്തി ഞങ്ങൾ വീഡിയോസൊക്കെ എടുത്തു. പിന്നെ കുഞ്ഞു കുറേ കുരങ്ങന്മാരുണ്ടായിരുന്നു. ഇച്ചു ബേബി നല്ല ഉറക്കമായിരുന്നു. പിന്നെ അതിൽ അത്യാവശ്യം ഉറങ്ങുമായിരുന്നു. പിന്നെ അവർക്കൊക്കെ വണ്ടി കയറിയ പിന്നെ ഉറക്കമാണല്ലോ. അതിൽ പിന്നെ വണ്ടി കയറി ഉറക്കം തന്നെയാണ് പതിവ്. ബൈക്കാണെങ്കിൽ കുഴപ്പമില്ല, കാറൊക്കെയാണെങ്കിൽ അവൾ കിടന്നുറങ്ങിക്കാളും. ഞങ്ങൾ ബോച്ചേൻ്റെ സ്ഥലത്തെത്തി. നല്ല രസമുണ്ടായിരുന്നു കേട്ടോ ആ സ്ഥലം കാണാൻ തന്നെ. അവിടെ എത്തിയ ടൈമിലാണ് ഞങ്ങൾക്ക് മഴ ചെറുതായിട്ട് കിട്ടിയത്. വലിയ മഴയൊന്നും ഉണ്ടായിരുന്നില്ല. പിന്നെ കണ്ടോ അവിടെ എത്തുന്നെങ്കിൽ നല്ല രസമുണ്ടായിരുന്നു ഈ സ്ഥലമൊക്കെ കാണാൻ വേണ്ടിയിട്ട്. ഈ സമയത്ത് ഇച്ചു ആതിരൊക്കെ നല്ല ഉറക്കമായിരുന്നു, അതുകൊണ്ട് അവർക്കൊന്നും കാണാൻ പറ്റിയില്ല. അവർക്ക് ഞാൻ ഫോണിൽ പിന്നെ കാണിച്ചു കൊടുക്കുക ചെയ്തത്. നമ്മൾ നൈറ്റ് വരുമ്പോഴും അവർക്ക് ഇരുട്ടായതുകൊണ്ട് ഒന്നും മനസ്സിലായില്ലല്ലോ. പിന്നെ അതാ ഞങ്ങൾ അവിടെ എത്തി. നല്ല സ്ഥലം, ഒന്നും പറയാനില്ല. കുറേ പാർക്കിംഗ്, എത്ര വേണമെങ്കിൽ എന്താ പറയുക, വണ്ടികൾക്ക് നിർത്താൻ വേണ്ടി കുറേ പാർക്കിംഗ് സൗകര്യങ്ങൾ അവിടെ ഉണ്ട്. പാർക്കിംഗ് സൗകര്യമുണ്ട്. കണ്ടോ അവിടെ നിന്ന് കണ്ടോ ബോച്ചെ സാറ് കള്ള് ചെത്താൻ പോകുന്നതിൻ്റെ ഒരു സ്റ്റാച്ചു ഒക്കെ ഉണ്ട്. ഞങ്ങൾ അവിടെ നിന്ന് ഫോട്ടോയും വീഡിയോസൊക്കെ എടുത്ത്. പിന്നെ അവിടെ കയറുമ്പോൾ തന്നെ നല്ല പാട്ട്, നല്ലൊരു വൈബായിരുന്നു ഞങ്ങൾക്ക് കിട്ടിയത്. നമ്മളെ നല്ല സോങ്സ് ആയിരുന്നു. കോപ്പറേറ്റ് വരുന്നുണ്ട്, ആ സോങ്ങൊന്നും ഞാൻ ഇതിൽ ആഡ് ചെയ്യുന്നില്ല. ഭയങ്കര രസമായിരുന്നു. ഈ വണ്ടിയിലൊക്കെ ഇച്ചു ബേബി കയറി ഇരിക്കുന്നുണ്ട് കേട്ടോ. അവിടെ എത്തിയപ്പോൾ തന്നെ കുറച്ച് ആൾക്കാരൊക്കെ ഉണ്ടായിരുന്നു, കുഴപ്പമൊന്നുമില്ലായിരുന്നു. കൂടുതൽ ആൾക്കാരൊക്കെ ഉണ്ടെങ്കിലേ ഉള്ളൂ ഇച്ചുവിന് എന്താ പറയുക അവിടെ കയറി ഇരിക്കാനും നടക്കാനൊക്കെ മടിയുണ്ടാവുക. പക്ഷേ അധികം ആൾക്കാരൊന്നും ഇല്ലാത്തതുകൊണ്ട് ഇച്ചോ ടേബിളിൻ്റെ മുകളിൽ കയറി. ഞങ്ങൾ എത്തിയപ്പോൾ തന്നെ അവർ ഞങ്ങൾക്ക് ടേബിളൊക്കെ സെറ്റ് ചെയ്ത് തന്നു കേട്ടോ. ഞങ്ങൾ 5 ആൾക്കാരൊക്കെ ഉള്ളതുകൊണ്ട് അവർ ടേബിൾ സെറ്റ് ചെയ്ത് തന്നു, ചെയറൊക്കെ സെറ്റാക്കി തന്നിട്ട്. പിന്നെ ഇച്ചു ബേബി കണ്ടു ടേബിളിൻ്റെ മുകളിൽ കയറി കുത്തിരുന്ന് സ്പൂണൊക്കെ എടുത്ത് കളിക്കുകയായിരുന്നു. ഞങ്ങൾ ഫുഡൊക്കെ ഓർഡർ ചെയ്യുന്നേ ഉള്ളൂ. ആതിരയൊക്കെ കൈ കഴുകാൻ വേണ്ടിയിട്ട് പുറത്തേക്ക് പോയതായിരുന്നു. അപ്പോൾ അവർ വരുന്നവരെ ഇച്ചു അവിടെ കയറി കുത്തിരുന്നു. പിന്നെ അവരൊക്കെ വന്നതിൻ്റെ ശേഷം ഫുഡ് ഓർഡർ ചെയ്യാൻ ആൾ വന്നു. ഞങ്ങളുണ്ടോ ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുക്കുന്നുണ്ട്. ഉള്ളിൽ കൂടെ സ്റ്റാറ്റസ് ഇടാനും കൂടി വേണ്ടിയിട്ടുള്ളതൊക്കെ എടുക്കണം. ആദ്യം തന്നെ നമ്മളെ ബോച്ചേൻ്റെ പാനീയമാണ് വന്നിട്ടുണ്ടായിരുന്നത്. പാനീയം ആദ്യം ടേസ്റ്റ് ചെയ്ത് ആതിരയാണ്. കുഴപ്പമില്ല എന്താണ് കുടിച്ചിട്ട്. പിന്നെ ഞങ്ങളൊരു ചിയേഴ്സൊക്കെ അടിച്ചിട്ട് ഞങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കുന്നുണ്ട്. പിന്നെ സുമ കുടിക്കുന്നുണ്ട്, പിന്നെ ഞാൻ കുടിച്ചു നോക്കുന്നുണ്ട്. സുനേട്ടൻ കുടിക്കുന്നത് വ്ളോഗിൽ കിട്ടിയില്ല എന്ന് തോന്നുന്നു. അപ്പം കുഴപ്പമില്ലായിരുന്നു കേട്ടോ, അത്യാവശ്യം ടേസ്റ്റ് ഉണ്ടായിരുന്നു. നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം ഷാപ്പിൽ പോയി കഴിച്ചതിനെക്കാട്ട് ഒരു ടേസ്റ്റ് എനിക്ക് ഇവിടെ തോന്നി. പിന്നെ നമ്മളെ ഫുഡ് ആദ്യം കപ്പയും ബീഫുമാണ് വന്നത്. അതിലത്തെ ഉള്ളിയാണ് ഇച്ചു ബേബി കടിച്ച് തിന്നുന്നത്. അവൻ ഇതിനു മുമ്പ് ഉള്ളിയൊന്നും ഇങ്ങനെ കടിച്ച് തിന്നിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഇവിടുത്തെ എന്തോ അവന് ഇഷ്ടം തോന്നിയിട്ട് അവൻ കഴിക്കുന്നുണ്ട്. 1-2 കഴിച്ചു കണ്ടു. പിന്നെ പുട്ടും ബീഫും വന്നു, പൊറാട്ടയും ബീഫും വന്നു. നമ്മൾ ബീഫ് കൊണ്ട് ഒരു കളിയായിരുന്നു. പിന്നെ അതാ കപ്പയും ബീഫും. ഇത് തന്നെയാണ് 2 കപ്പയും ബീഫും 2 പുട്ടും ബീഫും പൊറോട്ടയും ബീഫ് കറിയാണ് ഞങ്ങൾ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത്. ഇത് പക്ഷേ മുഴുവൻ കഴിക്കാനുള്ള സ്റ്റാമിന ഞങ്ങൾക്ക് ആർക്കും ഉണ്ടായിരുന്നില്ല. പുട്ടും ബീഫും 1 ബാക്കിയായിരുന്നു. അത് ഞങ്ങൾ പാഴ്സലാക്കുക ചെയ്ത്. പിന്നെ 2 കുടം കള്ളെടുത്തിട്ടുണ്ടായിരുന്നു. അത് ഫുള്ളും ഞങ്ങൾ കുടിച്ച് തീർത്തു. പിന്നെ അവിടെ കണ്ടോ കൈ കഴുകുന്നതൊക്കെ നല്ല രസമുണ്ടായിരുന്നു, അത് സെറ്റ് ചെയ്ത് വെച്ചത്. പിന്നെ ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ച് വേഗം അവിടെ നിന്ന് ഇറങ്ങിയിട്ടു. അധികം ലേറ്റ് ആവാൻ നിന്നോ എന്ന് ചോദിച്ചാൽ ലേറ്റ് ആവാൻ നിന്നു. ഞങ്ങൾ വീട്ടിലെത്തുമ്പോഴത്തേക്ക് ഏകദേശം 10 മണിയൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. 10-10:30 ആയിട്ടുണ്ടായിരുന്നു. തിരിച്ചു വരുമ്പം ഞങ്ങൾ അധികം സ്ഥലത്തൊന്നും വണ്ടി നിർത്തിയിട്ടുണ്ടായിരുന്നില്ല. താമരശ്ശേരി മാത്രം നിർത്തി അവർ ചായയൊക്കെ കുടിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ കാറിന് മുകളിലൊരു പൊടി പോലെ തോന്നിയിട്ട് കുറച്ച് വെള്ളമൊക്കെ എടുത്ത് ഒഴിച്ചു. പിന്നെ നേരെ വീട്ടിലേക്ക് പോവുകയാണ് ചെയ്തത്. അപ്പോൾ ഇത്രയൊക്കെ തന്നെയുള്ളൂ നമ്മളെ വീഡിയോ. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ്, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. നെക്സ്റ്റ് വീഡിയോ വരുന്നതിനും ബൈ.